അഹമ്മദാബാദിൽ ബോയിങ് 787 എന്ന് പറയുന്ന വിമാനം ക്രാഷ് ആയിരിക്കുകയാണ്. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ് വൈ ബോയിങ് പ്ലെയിൻസ് കീപ് ക്രാഷിങ്. ബോയിങ് പ്ലെയിൻസ് ക്രാഷ് ആവുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള അവരുടെ ഫ്യൂ ഇയേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്ലെയിൻ ക്രാഷസും ടർബുലൻസസും അതുപോലെ തന്നെ ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ 2024 ജനുവരിയിൽ തന്നെ ഇവരുടെ ഒരു ബോയിങ് പ്ലെയിനിന് ഒരു ഹോള് അല്ലെങ്കിൽ ഒരു ഡോർ ഇല്ലാത്തൊരു അവസ്ഥ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. 2024 മാർച്ചിൽ ഇവരുടെ CEO നിർത്തിപ്പോയി. ആ ഒരു വർഷം തന്നെ ത്രൂ ഔട്ട് ഇവരൊരു ലീഡർലെസ് ആയിട്ടാണ് ഇവർ തുടർന്നതെന്നുള്ളതാണ്. തുടർന്ന് 2024 ജൂണിൽ ഇവരുടെ സ്പേസ് മിഷൻസിൽ ഒരു മാൽ ഫംഗ്ഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം 2 ആസ്ട്രോണറ്റ്സ് സ്പേസിൽ വരെ കുടുങ്ങി. പിന്നീട് ജൂലൈയിൽ ബോയിങ്ങിന് 2 കോൺസ്പിറസി കേസിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്ന് കേൾക്കണോ? 2019 2018 സംഭവിച്ചൊരു പ്ലെയിൻ ക്രാഷ് ആയിരുന്നു അത്. ബോയിങ് 737 മാക്സ് എന്ന ഒരു ഫ്ലീറ്റ് മോഡൽ വെച്ചിട്ടാണ് ഈ 2 ക്രാഷസ് സംഭവിച്ചത്. അതും നിങ്ങൾ ഓർക്കണം, സെയിം ഫ്ലീറ്റ് മോഡൽ വെച്ചിട്ടാണ് ഇത് രണ്ടും സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് സെപ്റ്റംബറിൽ കമ്പനിയിലെ വർക്കേഴ്സ് എല്ലാവരും കൂടി സ്ട്രൈക്ക് നടത്തിയിട്ട് ബോയിങ് എന്ന് പറയുന്ന കമ്പനിക്ക് 5.5 ബില്യൺ ലോസ് വരെ വരുത്തി വെച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വർഷം അവസാനിക്കുമ്പോൾ 29 ഡിസംബർ 2024 സൗത്ത് കൊറിയയിൽ മറ്റൊരു ബോയിങ് പ്ലെയിനും ക്രാഷായി. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞത് ഒരു വർഷം കൊണ്ട് ബോയിങ്ങിന് ഉണ്ടായിട്ടുള്ള ക്രൈസിസുകളാണ്. സത്യാവസ്ഥ എന്തെന്നാൽ പല ആളുകളും പറയുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും, ഇത്രയധികം കേസസും ഇഷ്യൂസും ടർബുലൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ബോയിങ് ഇതൊക്കെ അല്ലെങ്കിൽ ബോയിങ്ങിന്റെ മാനേജ്മെന്റ് ഇതൊക്കെ ഡിനേ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പ്രൊഡക്ഷനിൽ വരുന്ന ഫ്ലോസ്, അതുപോലെ പുവർ ക്വാളിറ്റി ചെക്സ്, കോസ്റ്റ് കട്ട് ചെയ്ത് എഞ്ചിനീയേഴ്സിനെ പ്രഷറും ചെയ്ത് എന്തിനേറെ ആളുകളുടെ ജീവൻ പോലും മറന്നുകൊണ്ട് പ്രോഫിറ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു മെന്റാലിറ്റി. നിങ്ങൾക്കറിയോ, പണ്ടൊക്കെ ബോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊരു പ്രത്യേക മതിപ്പായിരുന്നു. അവരുടെ ഒരു ടാഗ് ലൈൻ തന്നെ, എന്തോ ഒരു കോട്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, ഇഫ് ഇറ്റ് ain't ബോയിങ് ഐ ain't ഗോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇപ്പോൾ ബോയിങ് എന്ന് കേൾക്കുന്നത് തന്നെ ആളുകൾക്ക് പേടിയാണ് എന്നുള്ളതാണ്.